വോട്ടെടുപ്പിന് 10 നാൾ ബാക്കി നിൽക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. കോഴിക്കോട്ടും മലപ്പുറത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകർന്ന രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ ഇടതുമുന്നണിയുടെ ജനമഹാസാഗരം പുരോഗമിക്കുന്നു. സമീർ ബിൻ കരീം കരുവാരക്കുണ്ടിൽ നിന്ന്, സുർജിത്ത് അയ്യപ്പത്ത് കൽപ്പറ്റയിൽ നിന്നും ചേരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് ആദ്യം. സുർജിത്ത്, വയനാട്ടിൽ വലിയ വനിതാ പങ്കാളിത്തത്തോടുകൂടി വനിതാ നേതാക്കളുടെ നേതൃത്വത്തിലാണല്ലോ ഈ ജനമഹാസാഗരം. ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു ഈ റാലി? ഗോകുൽ, ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ റാലി എത്രമാത്രം പങ്കാളിത്തമുണ്ടായിരുന്നു, നേരത്തെ കൽപ്പറ്റയിൽ എത്രമാത്രം പങ്കാളിത്തമുണ്ടായിരുന്നു, അതുപോലെ തന്നെ അത്തരത്തിൽ തന്നെ വളരെ കരുത്തുറ്റ രീതിയിൽ തന്നെ റാലി സംഘടിപ്പിക്കാൻ LDF-ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്. അത്ര വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം, അതായത് ഈ 3 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലൊരു റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും. സ്ഥാനാർത്ഥി ആനി രാജ തുറന്ന ജീപ്പിൽ, അവർക്കൊപ്പം CPI-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, അതോടൊപ്പം CPI-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P ഗഗാറിൻ ഉൾപ്പെടെയുള്ളവർ തുറന്ന ജീപ്പിൽ കടന്നു വരുന്നു. മറ്റ് എല്ലാ തരത്തിലുള്ള, അതായത് LDF-ലെ എല്ലാ മുന്നണികളുടെയും കൊടികൾ മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയും. INL-ന്റെ ഉണ്ട്, കോൺഗ്രസ് S-ന്റെ ഉണ്ട്, CPI-യുടെ ഉണ്ട്, CPIM-ന്റെ ഉണ്ട്, കേരള കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ കൊടികളും ഈ റാലിയുടെ മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകതയാണ്. ഇടതുപക്ഷം പ്രധാനമായും ഈ മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കാൻ എല്ലാ കൊടികളും ഒഴിവാക്കി UDF എന്നുള്ള ആരോപണം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മഹാറാലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPIM-ന്റെയും CPI-യുടെയും മറ്റ് മുന്നണി ഘടകകക്ഷികളുടെയും ജില്ലാ നേതാക്കളെല്ലാം തന്നെ ഇതിൽ നിരയായി അണിനിരക്കുന്നു എന്നുള്ളതാണ് മുൻനിരയിൽ നമുക്ക് കാണാൻ കഴിയും. LDF-ന്റെ ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ, അതോടൊപ്പം നേതാക്കളായിട്ടുള്ള OR കേളു, ഒപ്പം തന്നെ EJ ബാബു അടക്കമുള്ള PK അനിൽകുമാർ, ജുനൈദ് കൈപ്പാണി അടക്കമുള്ള ഈ വിവിധ മുന്നണിയിൽ ഉൾപ്പെട്ട പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ മുൻനിരയിൽ അണിനിരക്കുന്നു. അതിന്റെ തൊട്ട് പിറകിലായി റാലി മുന്നോട്ട് പോകുന്നു. ആ റാലിയിൽ അതിന്റെ മധ്യത്തിലായി സ്ഥാനാർത്ഥി ആനി രാജ, ബൃന്ദ കാരാട്ട്, PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതിന് പിറകിലായി വനിതാ പ്രവർത്തകർ, അതിന് പിറകിലായി ഒരു മഹാസാഗരം കണക്കെ ആൾക്കൂട്ടം കൽപ്പറ്റ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി നോമിനേഷൻ നൽകാൻ എത്തിയ ഘട്ടത്തിൽ എത്രമാത്രം പങ്കാളിത്തം ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഈ റാലി സംഘടിപ്പിക്കാൻ വേണ്ടി കൽപ്പറ്റയിൽ ശക്തിപ്രകടനം നടത്തുകയാണ് ഇടതുമുന്നണി. രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് പിന്നാലെ ഇടതുമുന്നണി കൊടികൾ നിറച്ചുകൊണ്ട് തന്നെ, അത് മറ്റൊരു തരത്തിലുള്ള കോൺഗ്രസിന്റെ UDF-ന്റെ റാലികളിൽ കൊടികൾ ഉപയോഗിക്കാത്തത് വലിയ ചർച്ചയാക്കിയ LDF ഇതാ കൊടികൾ നിറച്ചുകൊണ്ടൊരു കൽപ്പറ്റയിലെ ജനമഹാസാഗരം റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനി കരുവാരക്കുണ്ടിൽ നിന്ന് സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട്. സമീർ, ഇന്ന് മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെട്ട മണ്ഡലത്തിലെ പ്രദേശങ്ങളിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ. കരുവാരക്കുണ്ടിലെ റാലി എവിടെ വരെയായി? നിലവിൽ കരുവാരക്കുണ്ടിലെ റോഡ് ഷോ അവസാനിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കരുവാരക്കുണ്ട് കണ്ണത്ത് മുതൽ മരുതങ്കൽ വരെയായിരുന്നു റോഡ് ഷോ ഉണ്ടായിരുന്നത്. നിലവിൽ റോഡ് ഷോ മരുതങ്കലിൽ സമാപിച്ചിരിക്കുകയാണ്. വലിയൊരു ജനപങ്കാളിത്തം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തം ഈ റോഡ് ഷോയുടെ ഇന്നത്തെ അവസാന പോയിന്റ് ആയിരിക്കുന്ന കരുവാരക്കുണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുണ്ടാവും. ഏതായാലും നിലവിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ ഒരിടം കൂടിയാണ് കരുവാരക്കുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്നിപഥ് പദ്ധതി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിർത്തുന്നതടക്കമുള്ള വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ 5ാമത്തെ റോഡ് ഷോയാണ് നിലവിൽ ഇവിടെ നടക്കുന്നത്. ആദ്യം മലപ്പുറം ജില്ലയിലെ കീഴ്പറമ്പിലായിരുന്നു, പിന്നീട് പത്തനാപുരത്തും, അതിനുശേഷം മമ്പാടും. സമീർ, ഏതായാലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ ആവേശമാകുമ്പോൾ മറുവശത്ത് LDF ഒട്ടും പിന്നിലല്ല, ശക്തി കുറവല്ല എന്ന് തെളിയിക്കുകയാണ്. കൽപ്പറ്റയിൽ ജനമഹാസാഗരം വനിതാ നേതാക്കളുടെ നേതൃത്വത്തിൽ ആനി രാജയുടെ പ്രചരണാർത്ഥം വലിയ റാലി സംഘടിപ്പിക്കുകയാണ് LDF കൽപ്പറ്റയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.